സങ്കീർത്തനം 26 ആരെഴുതിയതാണ്? ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് അവിടെ കാണുന്നത്. ദാവീദ് ഒരു ഇഷ്യൂയിലൂടെ കടന്നു പോയപ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രയാസത്തിലൂടെ, പ്രതികൂലത്തിലൂടെ കടന്നു പോയി. എന്ത് പ്രയാസമാണെന്ന് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഹി വാസ് ഗോയിങ് ത്രൂ സംതിങ് ആൻഡ് ഹി റോട്ട് ദിസ് സാം എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഈ സങ്കീർത്തനത്തെ നമുക്ക് 5ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വേഴ്സസ് 1 through 3 ആൻഡ് അതിൽ പറയുന്നത് കോൾ ടു ഇൻറ്റഗ്രിറ്റി. 5 തരത്തിലുള്ള കോളാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. 5 തരത്തിലുള്ള കോൾസ് നമുക്ക് കാണും. 1, ദ കോൾ ടു ഇൻറ്റഗ്രിറ്റി. 2, ദ കോൾ ടു സെപ്പറേഷൻ. Third one, the call to worship. And the fourth one, the call to steadfastness. And finally, the call to gratitude. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 5 തരം ക്വാളിറ്റീസ് തന്നെയാണ് ദാവീദ് ഈ വാക്യങ്ങൾ 12 വാക്യത്തിലൂടെ നമ്മോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 1, the call to integrity. വേഴ്സസ് 1 through 3 കാണുന്നത്, 1, 2 and 3 കാണുന്നത് ഇൻറ്റഗ്രിറ്റി എന്നൊരു വാക്കാണ് നാം കാണുന്നത്. ഇൻറ്റഗ്രിറ്റിയുടെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? യെസ്, being the same person in every circumstances. So it means wholesome. നമ്മൾ എപ്പോഴും പൂർണ്ണരായിരിക്കണം എന്നുള്ള വാക്കിന് ഒരു അർത്ഥം എങ്ങനെയാണ്? രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നാം ഒരേ ഐഡൻറ്റിറ്റി ഉള്ളവർ ആയിരിക്കണം. സഭയിൽ വരുമ്പോൾ വിശുദ്ധൻ്റെ മാസ്ക്, പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിന് ലോകത്തിൻ്റെ മാസ്ക്, അതല്ലെങ്കിൽ വേറൊരു ഐഡൻറ്റിറ്റിയിൽ നിൽക്കുവാൻ വേണ്ടിയല്ല നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത്. യെസ്, നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ എന്ന് നാം ലേബൽ ഉള്ളവരാണ്. പക്ഷെങ്കിൽ നമ്മുടെ ഇൻറ്റഗ്രിറ്റി എവിടെയാണ്? നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ നാം ചർച്ചിൽ പറയുന്നത് പോലെ ആണോ ജീവിക്കുന്നത്? ദാവീദ് ഇവിടെ പറയാണ്, യഹോവ എനിക്ക് ന്യായം പാലിച്ചു തരണമെന്ന്. മലയാളത്തിലെ ഒരു തർജ്ജമ പിശകാണ്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ജഡ്ജ് മീ ഓ ഗോഡ്, അല്ലെങ്കിൽ വിൻഡിക്കേറ്റ് മീ ഓ ഗോഡ്, അല്ലെങ്കിൽ ഗാഡ് പ്ലീസ് ചെക്ക് മൈ ഹാർട്ട്. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, സഭായോഗത്തിൽ നാം കടന്നു വന്നിരിക്കുകയാണ്. നാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആ സ്കോപ്പിൻ്റെ അരികിലേക്ക് വന്നിട്ട് നാം പറയുന്നത്, കർത്താവേ ചെക്ക് മീ. എൻ്റെ പ്രൈവറ്റ് ലൈഫും എൻ്റെ പബ്ലിക് ലൈഫും ഒരേപോലെ ആയിരുന്നുവോ? ഹല്ലേലൂയ. ക്രിസ്തീയ വിശ്വാസിയാണ് പേരുകൊണ്ട്, പക്ഷെ ജീവിതം കൊണ്ട് ക്രിസ്തീയ വിശ്വാസി അല്ലെന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് കീപ്പിംഗ് ഇൻറ്റഗ്രിറ്റി വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാനൊരു വ്യക്തിയും പരസ്യ ജീവിതത്തിൽ വേറൊരു വ്യക്തിയുമാണെങ്കിൽ ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയോ കുറ്റം സംഭവിച്ചു എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബിലീഫും നമ്മുടെ ബിഹേവിയറും ഒരേപോലെ ആയിരിക്കണം. നമ്മുടെ വിശ്വാസമുണ്ട്, പക്ഷെ പ്രവർത്തികളിൽ അതില്ലെങ്കിൽ വലിയ കാര്യമൊന്നും ഇല്ല. ചില നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നുണ്ട് സൺഡേ ക്രിസ്ത്യൻസ് അല്ലേ, സഭായോഗത്തിന് വരുമ്പോൾ മാത്രം ക്രിസ്ത്യാനികളാണ്. സാറ്റർഡേ വരെ ഐ ക്യാൻ ഡു എവറിത്തിങ്. അതിൻ്റെ അറ്റത്ത് വേണേൽ ചേർക്കും ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ അല്ലേ, അത് വേണമെങ്കിൽ ചേർത്ത് വെക്കും. അതിനുശേഷം സഭായോഗത്തിന് വന്നു കഴിയുമ്പോഴത്തേക്കിന് വേറൊരു വ്യക്തി. ഞാൻ എൻ്റെ കോളേജിൽ നടന്നൊരു കാര്യം പറയാം. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 4 വർഷമുണ്ട്. അപ്പം ഞങ്ങളുടെ സൂപ്പർ സീനിയറായ ഒരു വ്യക്തി, അദ്ദേഹം കോളേജ് ഫെസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കിന്, ഞാനത് പേരൊന്നും പറയത്തില്ല, അദ്ദേഹം എല്ലാത്തിനും മുമ്പിലുണ്ട്, കൂടെ ഒരിത്തിരി അടിക്കുകയും ചെയ്യും. അപ്പം എക്സ്ട്രാ എനർജിയാണ്. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിന് ഇദ്ദേഹം ഒരു ചർച്ചിൻ്റെ പോഡിയത്തിൽ നിന്ന് യേശു നല്ലവൻ അവൻ വല്ലഭൻ പാടുകയും ചെയ്യുന്നു. ഞാൻ ആലോചിച്ചു, മേക്ക് ഇറ്റ് എബിൻ. ഈ എബിൻ തന്നെയാണോ അന്ന് 2 അടിച്ചിട്ട് പാടിയത്? കോളേജിൽ ഒരു സ്വഭാവം, ചർച്ചിലോട്ട് വരുമ്പം വേറൊരു സ്വഭാവം. ഇവരുടെ കൂട്ടുകാർ തന്നെ ചോദിച്ചിട്ടുണ്ട്, എടാ നീ ഒരു പെന്തക്കോസുകാരനല്ലേ, പെന്തക്കോസുകാരനായിട്ട് നീ അവിടെയും ഇവിടെയും കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഇവരുടെ കൂട്ടുകാർ തന്നെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ട വ്യക്തിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്, മൂന്നാമത് ഒരാൾ പറഞ്ഞതല്ല. നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെയാണോ ആയിരിക്കുന്നത്? ഇൻറ്റഗ്രിറ്റി ഉണ്ടോ നമുക്ക്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ശരിക്കും ആഴമായ ബന്ധത്തിലാണോ മുമ്പോട്ട് പോകുന്നത്? അതോ ചർച്ചയിൽ വരുമ്പോൾ മാത്രം കഴുകണേ എന്നുള്ള പ്രാർത്ഥനയും പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് കർത്താവേ നീ അപ്പുറത്തോട്ട് മാറിക്കോ എന്നുള്ള പ്രാർത്ഥനയുമാണോ നാം പ്രാർത്ഥിക്കുന്നത്? ഇന്ന് പകലിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ വി ആർ നോട്ട് ഫോളോയിങ് ഹിം കംപ്ലീറ്റ്ലി.
ഇന്ന് പകലിൽ നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഡേവിഡ് ഈസ് കോളിംഗ് us to check our hearts. എൻ്റെ ബിലീഫും എൻ്റെ ബിഹേവിയറും ചേർന്ന് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പേരിനൊരു ക്രിസ്ത്യാനി മാത്രമായി പോവുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ ഈസ് ഇൻറ്റഗ്രിറ്റി, അല്ലേ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴത്തിലല്ലേ ക്രിസ്തീയ വിശ്വാസം മുമ്പോട്ട് പോകുന്നത്? ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇൻറ്റഗ്രിറ്റി കാണിക്കുന്നത് പറയുന്നത് കൊണ്ട്, സത്യസന്ധത കാണിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒന്നും ഒരു കാര്യവും ഇല്ല. ഇത് എവിടെ നിന്നാണ് ഈ ഇൻറ്റഗ്രിറ്റി ഉണ്ടാകുന്നത്? 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നിന്റെ ദയ എൻ്റെ കണ്ണിൻ മുമ്പിൽ ഇരിക്കുന്നു, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നു ഇരിക്കുന്നു. ഈ ദയ എൻ്റെ കണ്ണിൻ മുമ്പിൽ ഇരിക്കുന്നു. നമുക്കറിയാം വേറൊരു വാക്യമുണ്ട്, ഈ ലോകത്തിൻ്റെ പ്രഭു ആളുകളുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുക. സത്യം അറിയാതിരിക്കുവാൻ അവരുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു. നാം എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? അവൻ്റെ ദയ കാണുവാൻ വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിന് മുമ്പിൽ എന്തോ ഇപ്പം കാണുന്നത്? ദയയില്ല. ബാക്കിയൊക്കെ നമ്മൾ യു ആർ സ്പിരിച്വലി ബ്ലൈൻഡ്. ക്രിസ്ത്യാനിയാണ്, പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ്. If you are not seeing His mercies and if you are not seeing His grace, you are spiritually blind. ഇന്ന് പകലിൽ നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യുകയാണ്, ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. വാട്ട് ആം ഐ സീയിങ് വെൻ ഐ ആം ഇൻ ഹിസ് പ്രസൻസ്? ഞാൻ എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നത്? എനിക്ക് വെറുതെ ആബ്സല്യൂട്ട്ലി ലോകത്തിൻ്റെ കാര്യങ്ങൾ കിട്ടുവാൻ വേണ്ടിയാണോ ഞാൻ വന്നിരിക്കുന്നത്? അതോ ദൈവത്തിൻ്റെ ദയ കാണുവാൻ വേണ്ടിയാണോ ഞാൻ വന്നിരിക്കുന്നത്? ഇൻറ്റഗ്രിറ്റി ഫൗണ്ട് ചെയ്തേക്കുന്നത് ദയയിലാണ്. ഇൻറ്റഗ്രിറ്റിയാണ് ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ. എല്ലാം കണക്റ്റഡായിട്ട് വരികയാണ്. ഈ ദയ കാണുന്നില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഫൗണ്ടേഷൻ ശരിയല്ല. സോ ഇറ്റ് ഫ്ലോസ് ഫ്രം ദ റെവലേഷൻ ഓഫ് ഗോഡ്സ് കവനന്റ് ലവ്. ദൈവത്തിൻ്റെ ഉടമ്പടി, ദൈവം നമ്മോട് വെച്ചിരിക്കുന്ന ഒരു ഉടമ്പടി ഉണ്ടല്ലേ, അതിൻ്റെ ആ സ്നേഹബന്ധത്തിലായിരിക്കണം ഈ ഇൻറ്റഗ്രിറ്റി മുമ്പോട്ട് പോകേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ദാവീദ് പറയാണ്, കർത്താവേ എന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ പ്രൈവറ്റ് ലൈഫും എൻ്റെ പബ്ലിക് ലൈഫും ഒരേപോലെ അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യണം. ഹല്ലേലൂയ. നമുക്കറിയാം 51-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, അന്തരംഗത്തിലെ പാപം ചെയ്തിട്ട് നാഥാൻ പ്രവാചകൻ വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ മാനസാന്തരപ്പെടാനുള്ളൊരു അനുഭവം തൻ്റെ ഉള്ളിലുള്ളൊരു ദാവീദ് പറയുകയാണ്, കർത്താവേ എൻ്റെ ഹൃദയം ഞാൻ അങ്ങക്ക് ഏൽപ്പിക്കുകയാണ്. കണ്ണിൻ്റെ മുമ്പിൽ ദയയ്ക്ക് പകരം വേറെ എന്തെങ്കിലും നാം കാണുന്നുണ്ടെങ്കിൽ we have to come back to His presence. We have to mend our hearts. We have to check our relationship with God. We have to come back to His presence. കർത്താവേ എൻ്റെ അന്ധതയൊക്കെ ഒന്ന് മാറ്റിയിട്ട്, എൻ്റെ കണ്ണിൽ ഒരു സർജറിയൊക്കെ നടത്തിയിട്ട്, കർത്താവേ എൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ അങ്ങ് എനിക്ക് കൃപ നൽകണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. പ്രാർത്ഥിക്കണം, ജഡ്ജ് മീ ഓ ലോർഡ്, വിൻഡിക്കേറ്റ് മീ ഓ ലോർഡ്. കർത്താവേ എന്നെ ഒന്ന് ശോധന ചെയ്യണം. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടത്തുകയാണ്. ഇവിടെ കാണുന്നു, നിന്റെ സത്യത്തിൽ നടക്കേണ്ട പാതയാണ് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതാണ് നടക്കേണ്ട പാത. എൻ്റെ കണ്ണുകൾ അന്ധമായി പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സത്യത്തിൽ നിന്ന് മാറിപ്പോകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, you have more chances to fall into sin, dear church. But നിങ്ങളുടെ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ you are not following Christ correctly. സാഹചര്യങ്ങളെ കുറ്റം പറയാം, അയ്യോ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നുപോയി, ഞാൻ പെട്ടുപോയി എന്ന് വേണേൽ പറയാം. പക്ഷെ you were called to show integrity before your friends. You were called to show integrity to God alone. But if you have showed your alliance to your friends and to this world, God will judge you. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. This is the truth of this gospel.
തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം നാം തിരിച്ചറിഞ്ഞു. ബൈബിൾ ക്ലാസ്സിലൊക്കെ നാം പഠിക്കുന്ന കാര്യമാണിത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ നമ്മുടെ ഹൃദയം പാപത്തിൻ്റെ പിന്നാലെ പോകുകയാണെങ്കിൽ you are not showing integrity in his presence. We have to come back to his presence. Hallelujah. ഇന്നലെ നാം പഠിച്ചൊരു കാര്യമായിരുന്നു, ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ പാപം ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ കാലുകൾ അറിയാതെ വിലക്കപ്പെടുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ക്രൂശിന്റെ ദർശനമായിരിക്കണം നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണും. That is a place where the mercy of God is being revealed to the mankind. ക്രൂശിലാണ് കർത്താവിന്റെ സ്നേഹം, ദയ, കരുണയൊക്കെ നമുക്ക് വേണ്ടി കാട്ടിയിരിക്കുന്നത്. David is saying that, God, show me Christ. കർത്താവേ, അങ്ങ് എൻ്റെ മുമ്പിൽ ഒന്ന് റിവീൽഡ് ആയി വരണം കർത്താവേ. നമ്മുടെ കണ്ണുകളെ അന്ധമാക്കുവാൻ ഈ ലോകത്തിൽ ഒത്തിരി കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, പ്രൊട്ടക്ട് മൈ ഐസ്. കർത്താവേ, ഞാൻ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകാതെ അങ്ങ് എൻ്റെ പാതകളെ ഒന്ന് കാത്തു സൂക്ഷിക്കണം കർത്താവ്. പാപത്തിലേക്ക് വഴുതി പോകാതെ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് ഇൻറ്റഗ്രിറ്റിയോടുകൂടെ വിശുദ്ധനായി, വിശ്വാസിയായി, വിശ്വസ്തനായി നിൽക്കുവാൻ അങ്ങ് എനിക്ക് കൃപ നൽകണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നാം ദാവീദിനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് ഇൻറ്റഗ്രിറ്റി ഈസ് മിസ്സിംഗ്. ദിസ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ക്രിസ്ത്യൻ ചർച്ചസ് ആസ് വെൽ. But many people are following against this. ദൈവവചനവുമായിട്ട് ഒരു ഇൻറ്റഗ്രിറ്റി നാം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനോട് നമുക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ദൈവവചനവുമായിട്ട് നമുക്കൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വേദപുസ്തകത്തെ എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇതിനോട് സമീപിക്കുമ്പോൾ, ഇതിനെ നാം വികലമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു വേദന ഉണ്ടാകണം. യു ഷുഡ് ഷോ ഇൻറ്റഗ്രിറ്റി ടു ദ വൺ ഹൂ ഗേവ് us ദിസ് ബൈബിൾ. സത്യവചനത്തിലേക്ക് അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയോടുകൂടെ പഠിക്കുവാനുള്ള ഹൃദയം, ഓപ്പൺനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. കർത്താവേ, ഓപ്പൺ മൈ ഐസ് ടു സീ ദ ട്രൂത്ത്സ് ഓഫ് ദിസ് സ്ക്രിപ്ചർ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കർത്താവേ, ക്രൂശിനെ ധ്യാനിക്കുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. രണ്ട്, ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെ ദർശിക്കുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. വോളി ബോക്കം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇഫ് യുവർ പ്രൈവറ്റ് ലൈഫ് കോൺട്രഡിക്ട്സ് യുവർ പബ്ലിക് ടെസ്റ്റിമണി, യുവർ ഇൻറ്റഗ്രിറ്റി ഈസ് ബാങ്ക്രപ്റ്റ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, പബ്ലിക് ടെസ്റ്റിമണി ഒക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ പ്രൈവറ്റ് ലൈഫ് ഇതുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ കടക്കാരനാണ്, ഞാൻ കുറ്റക്കാരനാണ്. കുഞ്ഞുങ്ങളെ, നോ, വി നീഡ് ടു ഷോ ഇൻറ്റഗ്രിറ്റി ഇൻ ഹിസ് പ്രസൻസ്. വേറെ ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. വിശുദ്ധിയോടും ഏർപ്പാടോടൊക്കെ നടക്കണമെങ്കിൽ ഈ ഇൻറ്റഗ്രിറ്റി ഉണ്ടാകും. വി മസ്റ്റ് വർക്ക് ഓൺ അവർ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ ശരിയല്ലെന്നുണ്ടെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പോകാൻ പറ്റുകയില്ല. അവൻ്റെ മടങ്ങി വരവിൽ നാം എടുക്കപ്പെടുക ഇല്ല എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. The second one is the call to separation. First one, the call to integrity, and the second one is the call to separation. അവിടെ കാണുന്നു 4-5 വാക്യങ്ങൾ. വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല, ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല. രണ്ട് കാര്യങ്ങൾ. I don't keep agreement with deceit, lies or corruption. രണ്ട്, I will not align myself who pretend to be righteous but live in contradiction to God's law. ഹിപ്പോക്രസിയെ പറ്റിയാണ് അവിടെ പറയുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ദുഷ്ടന്മാരോടുകൂടി ഇരിക്കുകയില്ല. രണ്ട്, ഞാൻ കപടഭക്തിക്കാരോടുകൂടെ നടക്കുകയില്ല. എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ളവരോട് കൂടെ നടക്കുന്നുവെങ്കിൽ I am not separated from this world. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നാം ശനിയാഴ്ച പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച കാര്യമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധിയും വേർപാടും ഉണ്ടാകണം. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ക്രിസ്തീയ വിശ്വാസത്തിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വേർപാട് നമുക്കുണ്ടായിരിക്കണം. We must have a separation from this world
ഈ വേർപാട് കാണിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് ഫോളോയിങ് ക്രൈസ്റ്റ് പ്രോപ്പർലി. കർത്താവിനെ നാം ഫോളോ ചെയ്യുന്നില്ല എന്നർത്ഥം. സോ ചില ആൾക്കാർ പറയും, ഞാൻ എങ്ങനെയാ അവരോട് നോ പറയുന്നേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഫീലിങ്സിനെ എന്തോ ചെയ്യുക, ഹേർട്ട് ചെയ്യത്തില്ലേ? ഞാൻ എങ്ങനെ അവരോട് അരഗൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത്? ഞാൻ അവരോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ they will feel bad about us. പക്ഷേ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അരഗൻസ്, ബട്ട് ഇറ്റ് ഈസ് ഷോയിങ് യുവർ അലീജിയൻസ് വിത്ത് ഗോഡ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ബൗണ്ടറീസ് ഓഫ് ഹോളിനെസ് നമ്മുടെ മുമ്പിൽ വെക്കണം. ചില സമയത്ത് ബൗണ്ടറീസ് ഓഫ് ഹോളിനെസ് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് നാം വിശുദ്ധിയിൽ നിന്ന് മാറിപ്പോകുന്നത്. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണേ. നിങ്ങൾ ഒരു യുദ്ധത്തിന് പോവുകയാണ്, ഒരു യുദ്ധത്തിൽ നിങ്ങൾ യുദ്ധം ഫേസ് ചെയ്യുകയാണ്. നിങ്ങളൊരു രാജാവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സൈന്യാധിപനാണെങ്കിൽ, നിങ്ങളുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ നിങ്ങൾ എല്ലാ സന്നാഹങ്ങളും ചെയ്യത്തില്ലേ? സീജുകളുണ്ടാക്കും, വാരിക്കുഴികളുണ്ടാക്കും, എന്താണ് ഏറ്റവും അഡ്വാൻസ്ഡ് വെപ്പൺസ് നിങ്ങൾ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പം നമുക്കിതൊന്നും കാര്യമല്ല. ആൾക്കാരുണ്ട് അപ്പോക്കാലിപ്സിന് വേണ്ടിയായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഗ്രെയിൻസ് വരെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുവരെ പോകാതെ നമ്മുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ എൻ്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? Am I investing in my spiritual life? സെപ്പറേഷൻ ഇല്ലാതെ ദൈവത്തിൻ്റെ മുഖം കാണത്തില്ല. സെപ്പറേഷൻ ഇല്ലാതെ ദൈവത്തിൻ്റെ മുഖം കാണുകയില്ല. സ്പിരിച്വൽ ഹിപ്പോക്രസി നമ്മുടെ ഉള്ളിൽ നിന്ന് മാറണം. മറ്റുള്ളവരുടെ മുമ്പിൽ സൂപ്പറാണ്, പക്ഷേ അകത്ത് ജീർണതയുടെ അനുഭവമാണെങ്കിൽ മാനസാന്തരം ആവശ്യം. 2, ട്രെൻഡി മൊറാലിറ്റി. നമ്മൾ കൾച്ചറൽ നോംസിൻ്റെ പുറകെ ഒക്കെ പോകുന്നുണ്ട്, കൂടെ കുറച്ച് ബൈബിളും ഉണ്ട്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. എന്താണ് സ്റ്റേറ്റ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി. സഭയാണ്, ക്രിസ്തീയ വിശ്വാസമാണ്, പക്ഷെ അതോടൊപ്പം തന്നെ വേറൊരു രാജ്യത്തെ ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാരെ വിശ്വാസികളാക്കണമെങ്കിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്തേ ഒക്കെ തുറന്ന് പറയുന്നു. അതിനുശേഷം ചെറിയ എന്തുണ്ടായി, ബൗണ്ടറീസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തു. അതിനുശേഷം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കറപ്ഷൻ അതിദാരുണമായിരുന്നു. ഈ സത്യവചനം ഒന്നേ ഉള്ളൂ. ഇതിൻ്റെ ബൗണ്ടറീസ് ഓഫ് ഹോളിനെസ്സിനകത്തോട്ട് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ കയറ്റി ഇത് പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് കയറ്റി വെക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഈ സത്യവചനം ഒന്നേ ഉള്ളൂ. ഈ ലോകത്തിൻ്റെ ജങ്കനെ എടുത്തിട്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇതും ദൈവകാര്യം എന്ന് പറഞ്ഞ് ചേർത്ത് വെക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വചനത്തിന് വിരോധമായി ഞാൻ കൈപിടിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ മാനസാന്തരം ആവശ്യം. യു ആർ നോട്ട് സെപ്പറേറ്റഡ് ഫ്രോം ദിസ് വേൾഡ്. കർത്താവിനോട് ഇൻറ്റഗ്രിറ്റി കാണിക്കണം, കർത്താവിനോട് സെപ്പറേഷനും കാണിക്കണം. മൂന്നാമത്തെ ഭാഗം പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 3rd one, verses 6-8 നാം കാണുന്നു ദ കോൾ ടു വർഷിപ്പ്. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? കോൾ ടു ഇൻറ്റഗ്രിറ്റി, കോൾ ടു സെപ്പറേഷൻ, കോൾ ടു വർഷിപ്പ്. ഈ ഇൻറ്റഗ്രിറ്റിയും സെപ്പറേഷനും ഇല്ലാത്തവൻ ഈ വർഷിപ്പ് ശരിയാവത്തില്ല. അവിടെ കാണുന്നു, സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ വർണ്ണിക്കേണ്ടതിനും ഞാൻ ചെയ്യുന്ന കാര്യം എന്തുവാ? ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകൾ, ഐ എം ഇന്നസെന്റ് ഇൻ ഹിസ് പ്രസൻസ്. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. സെപ്പറേഷൻ കാണിക്കാത്ത വ്യക്തിക്ക് ഇവിടെ പറയാനൊക്കത്തില്ല ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയെന്ന് പറയാനൊക്കത്തില്ല. സോ ഇറ്റ് മീൻസ് 2 കാര്യങ്ങൾ. ഇൻറ്റഗ്രിറ്റി ഷോസ് യുവർ ഇന്നർ ഓൾട്ടർ ആൻഡ് സെപ്പറേഷൻ ഷോസ് യുവർ ഔട്ട്വേർഡ് എവിഡൻസ് ഓർ ഔട്ടർ എവിഡൻസ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥ ആരാധന നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണമേ.
ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ സൺഡേ സഭായോഗത്തിൽ വന്ന് ഗാനങ്ങൾ ചുമ്മാതെ ചേർന്ന് പാടുവാൻ പറ്റുമായിരിക്കാം. God is not pleased with your sacrifices. ദൈവം നമ്മുടെ ആരാധനയിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നാം അറിയണം. ഞാൻ രാവിലെ എഴുതിയൊരു കൊട്ടേഷൻ ഇങ്ങനെയാണ്: റിയൽ വർഷിപ്പ് doesn't start on stage, it starts in secret where integrity is proven and separation is practiced. സഭായോഗത്തിൽ ഇവിടെ അല്ല ആരാധന വെളിപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടുത്തെ പാട്ട് കൊള്ളത്തില്ലെന്ന് പറയുന്നത് ദാറ്റ്സ് യുവർ പ്രോബ്ലം. ബിക്കോസ് യു ആർ നോട്ട് ഷോയിങ് സെപ്പറേഷൻ ആൻഡ് യു ആർ നോട്ട് ഷോയിങ് ഇൻറ്റഗ്രിറ്റി വിത്ത് ഗോഡ്. സൺഡേ വന്നിട്ട് പറയാണ് സൗണ്ട് ഒത്തിരി ഇച്ചിരി പോരായിരുന്നു. സൗണ്ടിനെ കുറ്റം പറയാൻ വേണ്ടി അല്ല സഭായോഗത്തിന് വരുന്നത്. ഇവിടെ വന്ന് നിന്നിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അല്ല ഇവിടെ പാട്ട് പാടുന്നത്. ഇവിടെ നാം ഒന്നിച്ച് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. Is your inner altar proper? Is your outer evidence true in His presence? If you are not doing that, you cannot worship God. Worship without holiness is noise, and holiness without worship is lifeless. വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധിയിൽ നിന്നുള്ള ആരാധന, വിശുദ്ധിയോടെ ഞാൻ എൻ്റെ കരങ്ങളെ ഉയർത്തി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? വിശുദ്ധിയിൽ എൻ്റെ വിശുദ്ധ കരങ്ങളെ ഉയർത്തുന്നു. ഈ കരങ്ങൾ വിശുദ്ധമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, I am not experiencing anything in that church, so I am leaving that church. പലരും പറഞ്ഞ കാര്യമുണ്ടല്ലേ, അവിടുത്തെ പാട്ടൊന്നും അത്രേ കൊള്ളത്തില്ല. വർഷിപ്പ് ഈസ് ഓൾ അബൌട്ട് മൈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നവർ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി അല്ല ഇവിടെ പാട്ട് പാടുന്നത്. When worship becomes about our experience, it ceases to be His excellence. കർത്താവിൻ്റെ മഹത്വത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഫീലിങ്സിന്, നിങ്ങൾ ഈ ചർച്ചിനെ പറ്റി മാത്രമല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് ചർച്ചിൽ പോയാലും if you are going after your feelings, you are not a true Christian. You are not separated, you are not showing integrity, you are only thinking about your own feelings. സഭയെ ഈ ചർച്ചിൽ വരുന്നത് പറയുന്നത് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാകാൻ വേണ്ടി അല്ല ചർച്ചിൽ വരുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഒത്തിരി സ്പീക്കറൊക്കെ ഇറക്കാം, ബേസും സബ്ബും ഒക്കെ നമുക്ക് ഇറക്കാം. ഇവിടെ വന്നു നിന്നിട്ട് സബിൻ്റെ സൗണ്ടിൽ നിങ്ങളുടെ ഹൃദയം ഇടിക്കുന്നത് അല്ല ആരാധന എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം, 2 സ്മോക്കറൊക്കെ വെച്ചിട്ട് വേണേൽ 2 ലൈറ്റ് അവിടുന്ന് 2 കൊടുത്ത് മിന്നി കത്തിക്കുന്ന ബൈബിൾ ബൾബൊക്കെ നമുക്ക് വെക്കാം, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെ ഫീലിംഗ് ഉണ്ടാക്കി കൈയടിപ്പിക്കാൻ വേണ്ടി അല്ല ഇവിടെ സഭായോഗം നടത്തുന്നത്. സ്വർഗത്തിൽ ചെല്ലുന്ന പറഞ്ഞാൽ ലൈറ്റ് കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സബ് ഊഫർ വെച്ചിട്ട് നിങ്ങൾ അല്ല, അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്താണ്, നിങ്ങൾ പരിശുദ്ധൻ 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 ഒറ്റ വാക്ക് മാത്രമേ കർത്താവിനെ സ്തുതിക്കുകയാണ്. അത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഈ സബിൻ്റെ പുറകെ പോകരുത്, നിങ്ങളുടെ ഫീലിങ്സിന്റെ പിന്നാലെ പോകരുത്. ലുക്ക് ഫോർ ഹിസ് എക്സലൻസ്, ലുക്ക് ഫോർ ഹിസ് ഗ്ലോറി ഇൻ എ ചർച്ച്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നാം നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. Am I seeking after glory or am I seeking after goosebumps? ചർച്ചിൽ വന്നു കഴിഞ്ഞിട്ട് പാട്ടൊക്കെ സൂപ്പറായിരുന്നു, പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് രോമമൊക്കെ എഴുന്നേറ്റ് നിന്നു. അതിനുവേണ്ടിയല്ല സഭയിലേക്ക് വരുന്നത്, അതിനുവേണ്ടിയല്ല സഭയിലേക്ക് വരുന്നത്. If you are seeking after your experience, if you are not seeking after your feeling, you are not here to worship God. You are here for your entertainment. മാനസാന്തരത്തിലേക്ക് വരണം, മാനസാന്തരത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളും, പാട്ട് പാടുന്നവർ, അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കഴിവ് കാണിക്കാൻ വേണ്ടി അല്ല ഇവിടെ നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. പിയാനോ വായിക്കുന്ന ഷോണെ, മോനെ, നിന്റെ കഴിവ് കാണിക്കാൻ വേണ്ടിയാണ്, നിന്നിലൂടെ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ വേണ്ടിയാണ് കുഞ്ഞെ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. സോ യു ഷുഡ് വെയർ ഹ്യൂമിലിറ്റി. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് വരാൻ, കർത്താവേ, ഞാൻ ഇവിടെ നിൽക്കുവാൻ ഞാൻ യോഗ്യനാണോ? എൻ്റെ ലൈഫിൽ ഇന്റഗ്രിറ്റി ഉണ്ടായിരുന്നോ? എൻ്റെ ലൈഫിൽ സെപ്പറേഷൻ ഉണ്ടായിരുന്നോ? then you are eligible to lead people to worship.
ആരാധന വെറുതെയല്ല. These are the acts of worship. And the true worship begins at your heart. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവ് മഹത്വീകരിക്കപ്പെടട്ടെ. ഇന്ന് പകലിൽ നാം നമ്മെ തന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ പറ്റുമോ? Am I showing integrity? Am I showing separation from this world? Am I here for my experience, or am I here to glorify His name here? ഇന്ന് പകലില് ഇതിനകത്ത് എന്തെങ്കിലും കാര്യത്തിനകത്ത് ചെക്ക് മാർക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ you have to come back to His presence. പ്രാർത്ഥിക്കാം, കർത്താവേ, vindicate me, judge me, O Lord, check my heart. കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങേയമായിട്ട് ഏകാഗ്രതയിലായി തീരുവാൻ അങ്ങ് എനിക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ?